ER രാഗേഷ്, ജസ്റ്റിസ് കമാൽ പാഷ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ കമാൽ പാഷ, കേരളം ഉറ്റുനോക്കിയ ഒരു വിധി വരുന്നു. അതിൽ അപൂർവങ്ങളിൽ അപൂർവമെന്ന് കണക്കാക്കിക്കൊണ്ട് അതിനൊരു വധശിക്ഷ വിധിക്കപ്പെടുന്നു. ഒരു പ്രായമോ അല്ലെങ്കിൽ ജെൻഡറോ ഒന്നും പരിഗണിക്കേണ്ടതില്ല, ഒരു ക്രൈം നടക്കുമ്പോൾ എന്ന് കണക്കാക്കുന്നു. അതിന് അല്പം സമയത്തിനുള്ളിലാണ് ഈ രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു ബലാത്സംഗ കൊലപാതക കേസിന്റെ വിധി വരുന്നത്. സ്വാഭാവികമായിട്ടും ഒരു താരതമ്യം ഇതുമായി ഉണ്ടാകും. ജുഡീഷ്യറിയുടെ സംവിധാനങ്ങൾ അതൊരു താരതമ്യത്തിനപ്പുറമാണെങ്കിൽ പോലും ഒരു നിയമവിദഗ്ധൻ എന്ന രീതിയിൽ താങ്കൾ അതെങ്ങനെയാണ് കാണുക? ഞാൻ ഈ രണ്ട് വിധിയിലും തൃപ്തനല്ല. ഒന്ന്, ആർജിക്കാർ എന്ന് പറയുന്ന ആ ആർജിക്കാർ അവിടെ നടന്ന ആ കൊലപാതകം എന്ന് പറയുന്ന അത്രത്തോളം വലിയൊരു മർഡർ, അതായത് നിസ്സഹായ ഒരു സ്ത്രീയെ ബലാത്സംഗത്തിനിരയാക്ക്, അത് കഴിഞ്ഞിട്ട് അതിനെ കഴുത്തിലേക്ക് കൊല്ലുക. അതിന് കോടതി അത് റെയറസ്റ്റ് എമംഗ് റെയർ എന്ന് എന്തുകൊണ്ട് കണ്ടില്ല എന്നുള്ളത് എനിക്കൊരു വലിയ അതിശയമായിട്ട് തോന്നുന്നു. കാരണം അത് ആ ഓഡ് ഹവേഴ്സിൽ അതിനെ അതുപോലെ ആശുപത്രി വെച്ച് അതിന്റെ വർക്ക് പ്ലേസിൽ വെച്ച് അതിനെ കൊലപ്പെടുത്തുകയാണ്. വളരെ അതിദാരുണമായ കൊലപാതകം. അത് വലിയ ഒച്ചപ്പാടുണ്ടാക്കി സമൂഹത്തിൽ തന്നെ വലിയ ഔട്ട്ക്രൈ ഉണ്ടാക്കിയതാണ്. ഇത് നിർബന്ധമായിട്ടും അതിനകത്ത് അത് റെയറസ്റ്റ് എമംഗ് റെയറിനകത്ത് വരും. അതിന് വധശിക്ഷ കൊടുക്കേണ്ട കേസായിരുന്നു. അപ്പൊ അതിനകത്ത് ശ്രമിച്ചൊന്നുമില്ല. അതിനകത്ത് ഒരു മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസും ഇല്ല, മുഴുവൻ അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു കേസിനകത്ത് അതായത് ജീവപര്യന്തം തടവെന്ന് പറയുന്നത് ഇറ്റ് വാസ് അൺക്വസ്റ്റനബിളി ഫോർക്ലോസ്ഡ് ആണത്. അതായത് ലെസർ ആൾട്ടർനേറ്റീവ് അൺക്വസ്റ്റനബിളി ഫോർക്ലോസ്ഡ് ആയിട്ടുള്ള കേസിലെ അത് റെയറസ്റ്റ് എമംഗ് റെയർ ആവുള്ളൂ. ഇത് നിർബന്ധമായിട്ടും അൺക്വസ്റ്റനബിളി, അതായത് സംശയാതീതമായിട്ട് തന്നെ ഇത് അപര്യാപ്തമാണ് തികച്ചും. അത് ആ ശിക്ഷ ആ കേസിനകത്ത് വധശിക്ഷ നിർബന്ധമായിട്ട് കൊടുക്കണമായിരുന്നു. പക്ഷെ ഇവിടെ ഗ്രീഷ്മയുടെ കേസ് വരുമ്പോ, അതായത് ഷാരോൺ വധക്കേസ് വരുമ്പോ അതിനകത്ത് യഥാർത്ഥത്തിൽ റെയറസ്റ്റ് എമംഗ് റെയർ ആവാൻ ഞാൻ ഒന്നും കാണുന്നില്ല. അതിനകത്ത് ഒന്നുമില്ല. എല്ലാവരും പറയും അത് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന് ഒരു ധാരണയുണ്ട്, അത് അങ്ങോട്ട് വന്ന് എനിക്ക് അങ്ങനെ വേണം എന്ന് ആദ്യം അങ്ങ് പറയും. പക്ഷെ നമ്മൾ ചിന്തിക്കണം, 24 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി, അതിനെ ഒരു കോർണറിൽ കൊണ്ടുപോയി നിർത്തിയേക്കുക, അതിന് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല. അങ്ങനെ വന്നപ്പോ അത് വിഷം കലക്കി കൊടുത്തു. വിഷം അത് കലക്കി കുടിക്കാൻ പറ്റുമെന്നും അതിൽ നിന്ന് ഇവൻ ചോദിച്ചപ്പോൾ ഒഴിച്ചു കൊടുത്തെന്നും ഒക്കെ പറയുന്നത് എത്രത്തോളം ശരിയാന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതിന്റെ മൊഴിക്കകത്ത്, അതായത് പ്രോസിക്യൂഷൻ തന്നെ ഹാജരാക്കിയിട്ടുണ്ട്, ഇത് ലൈസോൾ കുടിച്ച് ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചു. അതെടുത്ത് കുടിച്ചു. അങ്ങനെ ആശുപത്രി കൊണ്ടുപോയി, അതിനെ മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പൊ മജിസ്ട്രേറ്റ് അതിന്റെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞു, ഇങ്ങനെ പോകാൻ ഒരു തവണ ഇതുപോലെ പോകണ്ടായിട്ട് വന്ന് അത് കഴിഞ്ഞിട്ട് അത് വെച്ചോണ്ട് തന്നെ ഭീഷണിപ്പെടുത്തി ഒരുപാട് ഇടത്ത് ഇതുപോലെ പല പ്രാവശ്യം ഉപദ്രവിച്ചപ്പോൾ എല്ലാം ഇയാൾ വീഡിയോ എടുത്തു വെച്ചു. അവന്റെ ഈ 6-7 ബിറ്റ് വീഡിയോ ഉണ്ടായിരുന്നു ഇതിന്റെ. അപ്പൊ ഇത് വെളിവാക്കും. ഇതിന്റെ നഗ്ന ദൃശ്യങ്ങൾ വെളിവാക്കി കഴിഞ്ഞാൽ അതിന് വേറെ കല്യാണം കിട്ടത്തില്ല. ഇതിനെ ഒരുപാട് ശാരീരികമായിട്ട് അതിനെ അടിക്കുകയും ചെയ്തു. അടിച്ചിട്ട് പറഞ്ഞു എനിക്ക് കിട്ടാത്തത് വേറൊരുത്തിന് കിട്ടണ്ട എന്ന് പറഞ്ഞാൽ വേറെ കല്യാണം കഴിക്കണ്ട, അത് റെഡിയാക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ വന്നപ്പോ അതിനൊരു നിവൃത്തിയില്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അതിന്റെ ഈ ബുദ്ധി തോന്നിയത് ഇതേ ഉള്ളൂ, ഇമ്മച്യൂരിറ്റി ഓഫ് മൈൻഡ് ആണ്. അതിന്റെ മാനസിക വികാസം ഇല്ല. അതിന്റെ 27 വയസ്സല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ വീട്ടിൽ വിളിച്ച് കഷായം കൊടുത്തത്. ഞാൻ വീട്ടിൽ പ്രാർത്ഥിക്കാനൊന്നും പോയതല്ലല്ലോ ആ വീട്ടില്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതിനകത്ത് ഒരു മിനിറ്റ് നേരത്തെ വൈകാരിക വിക്ഷോഭമല്ല, പ്രീ പ്ലാൻഡ് ആയിട്ട് ഇഞ്ചിഞ്ചായിട്ട് മരിക്കും. ഈ പറഞ്ഞ പോലെ ഒരു ഇമ്മെച്വർ ആണ് എന്ന് പറയുന്നത് കോടതി തള്ളിക്കളഞ്ഞത് അത് പറഞ്ഞുകൊണ്ടാണല്ലോ. 11 ദിവസത്തോളം നരകിച്ച് മരിക്കാൻ പാകത്തിന് ഒരാളെ കൊല ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഇമ്മെച്വർ ആകും? അത് ബ്രൂട്ടൽ അല്ലേ എന്നുള്ള ഒരു കാര്യമല്ലേ കോടതി ചോദിച്ചത്? അതെ, ബ്രൂട്ടൽ എന്ന് പറഞ്ഞാൽ എല്ലാ കൊലപാതകങ്ങളും ബ്രൂട്ടൽ അല്ലേ? പക്ഷെ എല്ലാ കൊലപാതകങ്ങൾക്കും വധശിക്ഷ കൊടുക്കാൻ പറ്റുമോ? എല്ലാ മർഡറും ബ്രൂട്ടലാണ്. ബ്രൂട്ടൽ അല്ലാത്ത ഏതെങ്കിലും പ്രീ പ്ലാൻഡ് മോട്ടീവ് എന്ന് പറയുന്നത് മറ്റൊരു വശം കൂടിയായിട്ട് കോടതി അതിനകത്ത് കണ്ടിട്ടുണ്ടോ? വേറെ മാർഗം എന്തുകൊണ്ട് ഈ പെണ്ണിനെ രക്ഷപ്പെടാൻ വയ്യ? അതിന് ഒരു കാരണവശാൽ അതിനെ വെളിവിടുന്നില്ല. അതിന് കോർണർ ചെയ്ത് കൊണ്ടുവച്ചേക്കാണ്. അതിന് വേറെ മാർഗമൊന്നും ഇല്ല. വന്നപ്പോ ഇത് ആ ഒരു ആൾട്ടർനേറ്റീവ് ഇതങ്ങ് എടുത്ത് ചൂസ് ചെയ്തു, അതേ ഉള്ളൂ. ഈ സെഷൻസ് കോടതിയെ ഒരുപക്ഷെ ഈ പൊതുബോധ്യം അത് സ്വാധീനിക്കാം. അങ്ങനെ, അതായത് കോടതി ലക്ഷ്യമാണ് അങ്ങനെ ചോദിക്കുന്നത് പോലും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇന്ന് മേൽക്കോടതികളിലേക്കൊക്കെ ഇത് പോകുമല്ലോ, അപ്പോൾ ഇതിൽ വ്യത്യാസം ഉണ്ടാകാം എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഞാൻ കരുതുന്നുണ്ട്. അങ്ങനെ തന്നെ കരുതുന്നേ. കാര്യം അത് ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് 2-3 കാര്യങ്ങൾ. ഈ കൊച്ചി ലൈസോൾ എടുത്ത് കുടിക്കുക, ഈ ആത്മഹത്യക്ക് ശ്രമിച്ചത് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോ
അത് മജിസ്ട്രേറ്റിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. അത് പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോ ഞാൻ പറയുന്നത് അല്ല, അതൊക്കെ വ്യാജ ആത്മഹത്യാ ശ്രമമാണ്, കേസ് ഡൈവേർട്ട് ചെയ്യാനാണ് എന്നാണ് കോടതി നിരീക്ഷിച്ചത്. പ്രോസിക്യൂഷൻ ഈ പറഞ്ഞത് മുഴുവൻ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വിധി പ്രസ്താവമായിരുന്നു. താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഞാൻ ആ ജഡ്ജ്മെന്റ് ഞാൻ കണ്ടില്ല, വായിച്ചില്ല. പക്ഷേ ഞാൻ ഇതിന്റെ ഫാക്ട്സ് വെച്ചുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. അത് ഇതിന്റെ ഈ ഫാക്ട്സ് വെച്ച് തന്നെ ഒരു കാരണവശാൽ ഈ 24 വയസ്സ് മാത്രം പ്രായമുള്ള ഈ പെൺകുട്ടിക്ക് ഒരിക്കലും വധശിക്ഷ കൊടുത്തത് ശരിയായില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഇനി ആർജിക്കാറിലേക്ക് വരുമ്പോൾ, ആർജിക്കാർ കേസിലേക്ക് വരുമ്പോൾ വധശിക്ഷ വേണമായിരുന്നു എന്ന് താങ്കൾ പറയുന്നു. പക്ഷെ അപ്പോഴും ഒരു വിഷയം, ഇതിനകത്ത് ഒരു ആശുപത്രിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്, പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ട്, ജഡ്ജി തന്നെ കണ്ടെത്തുന്നു. പിന്നെ ഇതിൽ സഞ്ജയ് റോയ് മാത്രമല്ല പ്രതികൾ എന്ന് പറയുന്നത് ഇരയുടെ കുടുംബമാണ്, പ്രതിയുടെ കുടുംബമാണ്, പ്രക്ഷോഭം നടത്തുന്ന ഡോക്ടർമാരുടെ സംഘടനകളുമാണ്. അതായത് ഇതൊരു വധശിക്ഷ നൽകി കഴിഞ്ഞാൽ കേസ് ഈസ് ക്ലോസ്ഡ് ഫോർ എവർ എന്ന ഒരു സ്റ്റാറ്റസിലേക്ക് മാറും. അതിനപ്പുറത്തേക്ക് ഒരു ലൂപ്പ് ഹോള് കോടതി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് വധശിക്ഷ നൽകാത്തത് എന്ന് കരുതുന്നുണ്ടോ? അതൊന്നും ശരിയല്ല. കേസ് കൺവിക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കൊടുക്കേണ്ടത്, ഇതിനകത്ത് ഇവനെ കൺവിക്ട് ചെയ്തു കഴിഞ്ഞാൽ ഇവൻ തന്നെ കുറ്റവാളിയാണെന്നുള്ളത് കോടതി കണ്ടിട്ടാണല്ലോ ഇവനെ കൺവിക്ട് ചെയ്യുന്നത്. ആ കൺവിക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ശിക്ഷയുടെ കാര്യം നോക്കുമ്പോൾ യഥാർത്ഥ ഇതിനകത്ത് ഇത് റയറസ്റ്റ് അമംഗ് റയർ തന്നെയാണ് ആ കേസ്. അതായത് ഒരു സ്ത്രീക്ക് ഒരു ജോലി ചെയ്യേണ്ടുന്ന സ്ഥലത്ത് അവർക്ക് ജോലി ചെയ്യാൻ വയ്യാതെ വന്നു, അതിനിടെ കയറി ഇതുപോലെ ചെയ്തേക്കാണ് കൊലപ്പെടുത്തി. അത് യഥാർത്ഥത്തില് റയറസ്റ്റ് അമംഗ് റയർ തന്നെയാണ്. അത് നിർബന്ധമായിട്ടും അതിന് വധശിക്ഷ കൊടുക്കേണ്ടത് തന്നെ ആയിരുന്നു ആ കേസിനകത്ത്. വീണ്ടും കൂടുതൽ പ്രതികളുണ്ട് എന്നുള്ള ഒരു വാദം കൂടെ എല്ലാവരും ഉന്നയിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇനി അത് മേൽക്കോടതി എന്ന് പറയുന്നത് ഇനിയിപ്പോ പരമോന്നത കോടതിയാണ്. ആ പരമോന്നത കോടതിയിലേക്ക് പോയ ശേഷം അങ്ങനെ ഒരു കാര്യം, അപ്പോൾ ഇതടക്കം, അതായത് ഒരു ആസ്പെക്ട് മാത്രമല്ല ആ കേസിന് തുറക്കാനുള്ളത് എന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കപ്പെടാം. അതെങ്ങനെയാണ് അതിന്റെ ഒരു സാധുത? അതൊക്കെ നമ്മളെ കൺവിക്ഷന് മുമ്പുള്ള സ്റ്റേജാണ്. അതൊക്കെ ഈ കൺവിക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ കുറ്റക്കാരനാണെന്ന് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കാര്യങ്ങളൊന്നും ഇല്ല. ഇയാളെ കുറ്റം ചെയ്തു, അയാളെ കുറ്റക്കാരനാണ്, അതിനകത്ത് കൊടുക്കേണ്ട ശിക്ഷ തീരുമാനിക്കണ്ടേ. അതിനകത്ത് ബാക്കി വേറെ ആളുകളുണ്ടോ? ഇതൊക്കെ അവന്റെ വെർഷൻ അല്ലേ, പ്രതി പറയുന്നല്ലേ? അല്ല, അത് ഇരയുടെ കുടുംബവും പറയുന്നുണ്ട്, ഡോക്ടർമാരുടെ സംഘടനയും പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്ന ആ ഒരു വെർഷൻ, ആ ഒരു വാദം തുറക്കാനുള്ള ഒരു കാര്യം കൂടെ ഈ മുകളിലേക്കുള്ള നിയമ പോരാട്ടത്തിൽ ഉണ്ടാകുമോ? അതിനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, അതിനൊന്നും ഞാൻ സാധ്യത കാണുന്നില്ല. അതൊന്നും, കാരണം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു മാറ്റമാണ്. ഇനി അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് വീണ്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അതാ വേണ്ടത്. ഇപ്പൊ CBI പോലുള്ള ഒരു ഏജൻസിയാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്. അപ്പൊ CBI അതിനകത്ത് ഇനി നമ്മൾ വേറെ ആരെയാ കൊണ്ടുവരുന്നത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ? CBI തന്നെ വീണ്ടും ഏൽപ്പിക്കണം, രണ്ടാമത് വീണ്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറയണം. അങ്ങനെ അതിന് വളരെ സാധ്യത കുറവാണ് ഈ കേസില്. അത് വളരെ കുറവാണ്. കാരണം ഇവനുണ്ടെന്നുള്ളതിന് ഇവനെ എവിഡൻസ് ഉള്ളത് കൊണ്ടാണല്ലോ കോടതി അവനെ കൺവിക്ട് ചെയ്തത്. പിന്നെ ഇങ്ങനെയുള്ള ഒരു വൃത്തികെട്ട ഒരുത്തന് എന്തുകൊണ്ട് അവനെ തൂക്കാൻ വിധിച്ചില്ലെന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്ക് അതിശയം. ഓക്കെ, ഈ വീണ്ടും ഗ്രീഷ്മയുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ഒരുപാട് പെൺകുട്ടികൾ പ്രണയപ്പകയിൽ കൊല്ലപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ഈ പ്രതികളുടെ എല്ലാം പ്രായം പരിഗണിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അത് ഇതിനകത്ത് ഉണ്ടാകാതിരുന്നത് ഈ ഷാരോൺ ജീവിച്ചിരുന്നെങ്കിൽ ഷാരോണിന് ഈ പ്രായമാകുമായിരുന്നല്ലോ എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ ഒരു വാദം ഇതിനു മുൻപുള്ള കോടതി വിധികളിൽ ഉണ്ടായിട്ടില്ല. അത് അതാ ഞാനത് പറയാഞ്ഞത്. നമ്മള് എത്രയോ പെൺകുട്ടികള് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ പ്രേമത്തിന്റെ പേരിൽ. ഒരു തന്നെ പെൺകുട്ടികളെ പുറകെ നടക്കും, അതിന് വേണ്ടെന്ന് പറയും, കാരണം തുടരാത്തവനാണ്. പക്ഷേ അവൻ നിർബന്ധമായിട്ടും അന്നേരം അവൻ ഇത് കിട്ടിയടങ്ങൂ എന്ന് പറഞ്ഞ് നടക്കും. ഒരുത്തെ പാറ്റ്നായി പോയി തോക്ക് മാറ്റോണ്ട് വന്ന് ആ കോളേജ് കയറി വെടിവെച്ചൊന്ന് നമ്മൾ കണ്ടല്ലേ? ഒരു പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ അതെന്ത് ചെയ്തിട്ടാണ്? അതൊന്നും ചെയ്തല്ലേ. പക്ഷെ അതിനെന്താ ഇത് ജനങ്ങളെന്താ മറുപടി കൂട്ടാട്ടെ? ഈ ഒരു പെണ്ണിങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോ അതെന്ത് പെണ്ണിനെ മാത്രം ഇത് ചെയ്യാൻ പാടില്ലേ? ഞാൻ കൊല്ലണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഇതിന് വേറെ നിവൃത്തിയില്ല എന്ന് വന്നു, അതാണ് കാര്യം. അങ്ങനെ വന്നതിനെ കോർണർ ചെയ്ത് ഒരു വഴിക്ക് കൊണ്ടാക്കി അവസാനം ഒരു മാർഗം അതിന് രക്ഷപ്പെടായില്ല. അങ്ങനെ വന്നതുകൊണ്ടാണ് അത് ചെയ്യാനിടയായത്. ഏതെങ്കിലും ഘട്ടത്തിൽ ജസ്റ്റിസ് കമാൽ പാഷ, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ വാദങ്ങളൊന്നും കോടതി അംഗീകരിച്ചിട്ടില്ല? മർദ്ദിച്ചു എന്ന് അംഗീകരിക്കുന്നില്ല, ഒബ്സീൻ ദൃശ്യങ്ങൾ പകർത്തിയെന്ന് അംഗീകരിക്കുന്നില്ല, ഫോണിൽ അതുണ്ടായിരുന്നു എന്ന് അത് തെളിവ് കിട്ടിയിട്ടില്ല. അതായത് ഈ പറഞ്ഞ എല്ലാ വാദങ്ങളും തള്ളിപ്പോയി. ഇപ്പൊ മേൽക്കോടതികളിലേക്ക് പോകുമ്പോഴും അതൊരു എവിഡൻസ് ആയിട്ട് സ്വീകരിക്കേണ്ട ഒരു ഘട്ടമല്ലേ? അത് കോടതി സ്വീകരിക്കാത്ത ഒരു സാഹചര്യത്തിൽ മേൽക്കോടതിയിൽ നിന്ന് അത് പ്രതീക്ഷിക്കാൻ കഴിയുമോ? ഈ വാദം എങ്ങനെ ഗ്രീഷ്മയ്ക്ക് മുകളിലോട്ട് പറയാൻ കഴിയും? ഞാൻ ആ ജഡ്ജ്മെന്റ് വായിക്കാൻ ഇടയായിട്ടില്ല.
അതിനെക്കുറിച്ച് എനിക്ക് അതിന്റെ കണ്ടന്റ്സിനെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റുന്നില്ല, ക്ഷമിക്കുക. കാരണം എനിക്ക് അറിഞ്ഞൂടാ എന്താണെന്ന് അതിന്റെ ബാക്കി ഫാക്ട്സ്. ഞാനിത് മാധ്യമങ്ങളിൽ നിന്ന് കണ്ടതും ഈ ഒക്കെ ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അതിൽ നിന്നുള്ളതാണ്. അത് എത്രമാത്രം അതിൽ സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഉണ്ട്. ഈ പെൺകുട്ടിക്ക് ഇവനെ വേണ്ട, അതാണല്ലോ കാര്യം. ഇവന് വേണ്ടെങ്കിൽ അവൻ അങ്ങ് പോണം. അതിന് പകരം ഈ കൊച്ചിനെ ഉപദ്രവിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ പുറകെ തന്നെ കൂടേണ്ട കാര്യം എന്താണ്? പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇവൻ അവിടെ ചെന്നില്ലേ വിളിച്ചപ്പോ, എന്തിനാ തന്നെ പോയേ? അവൻ പ്രാർത്ഥിക്കാനൊന്നും പോയതല്ലല്ലോ. അത് നമ്മൾ മനസ്സിലാക്കണം. നല്ല കാര്യത്തിലൊന്നും അല്ലല്ലോ. അങ്ങനെ വന്നപ്പോ ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതിന്റെ ഇൻമെച്യൂരിറ്റി ഓഫ് മൈൻഡാണ് ആ കുട്ടിയുടെ. അല്ലെങ്കിൽ ഇതിങ്ങനെ ഒന്നും ചെയ്യല. ഇത് ആത്മഹത്യ നാടകമൊന്നും അല്ലത്. യഥാർത്ഥത്തിൽ അത് ആത്മഹത്യ ചെയ്യാൻ തന്നെ എടുത്ത് കുടിച്ചതാ. അതാ ഞാൻ പറഞ്ഞു, അതിന്റെ മെച്യൂരിറ്റി ഓഫ് മൈൻഡ് അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും ഈ തെളിവുണ്ടാവാത്ത കൊള്ളണം വിളിച്ച് ഇതുപോലെ കൊല്ലാനായിട്ട് നിൽക്കുവോ? അതോടെ ആരെങ്കിലും നിൽക്കുവോ? അത് സംഭവം എന്താ അറിയാവോ? ഇത് അതിനത്രേ അറിയാവൂ. അതിനെ കൊണ്ട് ഒക്കുന്ന മാർഗങ്ങളെല്ലാം ആവുന്ന പണി നോക്കി. ആദ്യം ഒരു 56 പാരസെറ്റമോൾ ഇവനെടുത്ത് ഏതാണ്ട് മിറണ്ടായിലോ ഏതാണ്ടിനകത്ത് അരച്ചിലക്കി കുടിച്ച് കൊടുത്തു. അതിന് വിചാരിക്കുന്നത് അങ്ങനെ മരിക്കുന്നതാണ്. അത് അവന്റെ ലിവർ അടിച്ചു പോകുന്നുള്ളതല്ലാതെ അതുകൊണ്ട് യാതൊരു കാര്യമില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ ഇതെല്ലാം ഒന്ന് കണക്കാക്കണം. അതിന്റെ ഇമ്മച്യൂർ മൈൻഡാണ്. 24 വയസ്സേ ഉള്ളൂ ഒരു പെൺകുട്ടി. അപ്പൊ അത് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ എങ്ങാണ്ട് അവിടെ 90% മാർക്കോടുകൂടി PG പാസ്സായതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു കുട്ടി അതിന്റെ ലൈഫ് മുഴുവൻ പോയി. പക്ഷെ അതിന് ബോധമില്ലാത്തതുകൊണ്ടാണല്ലോ ഇത് ചെയ്തത് എന്ന് കണക്കാക്കണ്ടേ? ഇതൊക്കെ മേൽക്കോടതികളിലേക്ക് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിക്കപ്പെടാം എന്ന് തന്നെയാണ് താങ്കളുടെ വിലയിരുത്തൽ. അതെ അതെ, തീർച്ചയായിട്ടും. വളരെയധികം നന്ദി ജസ്റ്റിസ് കെമാൽ പാഷ. ഇതൊരു താരതമ്യപ്പെടുത്തൽ കൂടിയാണ് നടത്തിയത്. പ്രത്യേകിച്ച് ഷാരോൺ രാജു വധക്കേസും അതിലെ ശിക്ഷാവിധിയും പ്രതിയായ ഗ്രീഷ്മയ്ക്ക് മരണം വരെ തൂക്കുകയർ നൽകുമ്പോൾ എന്തുകൊണ്ട് രാജ്യത്തെ മുഴുവൻ ഇത്രയും വലിയ പ്രതിഷേധത്തിലേക്ക് ഡോക്ടർമാരെ കൊണ്ടെത്തിച്ച വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതക കേസിൽ എന്തുകൊണ്ടാണ് അത് റെയറസ്റ്റ് ഓഫ് ദ റെയർ എന്ന കേസ് എന്ന് കോടതിക്ക് തോന്നാത്തത് എന്നുള്ളൊരു സംശയം കൂടി ജസ്റ്റിസ് കെമാൽ പാഷ പങ്കുവയ്ക്കുന്നു.